എല്ലാവർക്കും നമസ്കാരം. അമ്മ വീണ്ടും വന്നുട്ടാ. തക്കാളികളുടെ കൂട്ടത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇന്നപ്പോൾ മനസ്സിലായില്ലേ, ഇത് കടയിലാണ്, കടയിലത്തെ വിശേഷമാണ്. കടയിലത്തെ വിശേഷങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കൊല്ലൂർക്ക് പോകും ഞാൻ. അപ്പോൾ കൊല്ലൂരിൻ്റെ വിശേഷങ്ങൾ കാണിച്ചു തരാം. കടയിൽ ഞാൻ ചോറൊക്കെ വന്ന് തുടങ്ങി ആയിട്ടാ. കുറേ തിളയ്ക്കുമ്പോൾ ഞാനേ ഇവിടെ നിന്ന് നിർത്തിയിടും. ഇറക്കി വെക്കുന്നുണ്ടല്ലോ, റൈസ് കുക്കറിൽ വെക്കാറില്ല. ഇപ്പോൾ അങ്ങനെ ഇവിടെ ഇറക്കൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നല്ല വെയിറ്റ് ഉണ്ടാവുകയും. അപ്പോൾ ഞാൻ കുറച്ച് ഓഫാക്കി ഇടും. പിന്നെ കുറേ കഴിയുമ്പോൾ ഒന്ന് കത്തിക്കുമ്പോൾ വേഗം വേവും. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ എയർ പോവാണ്ടിരിക്കാനേ നല്ല ഇതൊന്ന് കരുതി വയ്ക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് വരുമ്പോൾ കത്തികളൊക്കെ എന്താണാവോ കണ്ട, ഒന്ന് ചെറുത് ചെത്തുമ്പോഴേക്കും അതെ മടങ്ങി നാശാവുക. നല്ല മൂർച്ചയ്ക്കുള്ളതാ, പക്ഷേ ഇത് ചോപ്പറൊക്കെ കേടായി പോയിട്ടാ. അപ്പം ഞാൻ വീണ്ടും കൈ കൊണ്ട് തന്നെയാണ് അരിച്ചത്. ഇപ്പം നമ്മുടെ നുറുക്കലൊക്കെ അങ്ങനെ കഴിഞ്ഞുട്ടാ. കുറച്ചധികം ഉണ്ട് നുറുക്കാനേ. അത് കാരണം ഇത്തിരി നേരം പിടിക്കും. നുറുക്ക് മുന്നും കഴുകും ഞാൻ, നുറുക്കി കഴിഞ്ഞിട്ടും കഴുകും ഞാൻ. അത്രയും കൂടെ ഇതുള്ള പച്ചക്കറികളൊന്നുമല്ലല്ലോ. നുറുക്കിയിട്ട് കഴുകാൻ പാടില്ല എന്നൊക്കെ പറയും. ഞാനത് നുറുക്കിയിട്ട് കഴുകും കൂടെ. ഇതിലിട്ടിട്ടേ വെള്ളം പോവുകയും ചെയ്യും. പിന്നെ അപ്പം ഞാൻ കഴുകി വാരി കൊണ്ടുവന്നേലേ കുറച്ച് ഉപ്പ് അങ്ങോട്ട് ഇട്ടിട്ട് ഒരു ഇത്തിരി ഇതേ കണ്ട ഇത്രയ്ക്ക് വെള്ളമുള്ളൂ കേട്ടോ, അവിടെ ഒഴിച്ചു കൊടുക്കും. ഒരു വെള്ളം വരുവേ, കഴുകിയപ്പോഴുള്ള വെള്ളം ഉണ്ടാവും നമുക്ക്. പിന്നെ വെള്ളം വരുന്നൊരിതാണ്, നീരുള്ളതല്ലേ. അപ്പോൾ വെള്ളം കണ്ടമാനാവും. അപ്പോൾ അത് ഒരു ചെറിയ തീയിൽ വെച്ച് നമുക്ക് നന്നായി വേവിച്ചെടുക്കാം. വേവിച്ചിട്ട് കാച്ചുന്നതാണ് എനിക്കിഷ്ടം. അല്ലെങ്കിലേ ബീറ്റ്റൂട്ടൊക്കെ നല്ല ഇങ്ങനെ മയ്യായിട്ടിരിക്കണം, അല്ലെങ്കിൽ കറുമുറുന്നിരുന്നാലും രസം ഉണ്ടാവില്ല. അപ്പോൾ അത് നന്നായി വേവിച്ചെടുക്കാം, വെള്ളം വറ്റിച്ചെടുക്കാം, വെള്ളം കളയാണ്ടെടുക്കാം. അഥവാ ഞാൻ വെള്ളം ബാക്കി എങ്ങാനും വരികയാണെന്ന് വിചാരിച്ചാൽ ആ വെള്ളം ഞാൻ കുടിക്കാറ് പതിവ്, കളയാറില്ല അതിൻ്റെ വെള്ളം. ഞാൻ ഒരു 2-3-4 വട്ടമൊക്കെ കഴുകിയതിന് ശേഷമാണ് ഞാൻ പച്ചക്കറികളെല്ലാം വേവിക്കാൻ ഇരിക്കുള്ളൂ. അതിന് മുന്നേ കഴുകാൻ കയ്പ്പയ്ക്ക മാത്രമാണ് ഞാൻ കഴുകിയിട്ട് പിന്നെ അരിഞ്ഞിട്ട് കഴുകില്ല. അപ്പോൾ അതിൽ വെള്ളം കയറിയിട്ട് കയ്പ്പ് കൂടും. അപ്പോൾ അത് കാരണം അത് ചെയ്യും. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ, ബാക്കിയുള്ള സാധനങ്ങൾ അരിഞ്ഞെടുക്കാം. നമുക്ക് ഒരു നാളികേരം ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ട്, അതൊന്ന് ചിരകണം. ഒരെണ്ണം മുഴുവൻ വേണ്ട, നമുക്ക് ഉപ്പേരി നല്ലോണം വേണ്ട കാരണം ഞാൻ നല്ലോണം എടുക്കും. അതൊക്കെ പച്ചമുളക്, ഉള്ളിയൊക്കെ നമുക്ക് ആവശ്യം പോലെ എടുക്കാം കേട്ടോ. വേപ്പിൻ്റെ ഇല, വേപ്പിൻ്റെ ഇല, പച്ചമുളക്, ഉള്ളി ഒരുമിച്ചാട്ടോ ഞാൻ അരിയുന്നത്. അത്ര ചെറുങ്ങനെയൊന്നും അരിയണമെന്നില്ല കേട്ടോ. ഇത്തിരി വലുതായാലും കുഴപ്പമില്ല. നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ അത് ശരിയായിക്കോളും. പോലെ തന്നെ തൊലി കളഞ്ഞതിന് ശേഷം നമ്മളൊന്ന് കഴുകണം. ചുവന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി ഇങ്ങനെ ഞാൻ മുറിച്ചിടും കേട്ടോ. ഞാൻ ചതയ്ക്കണ പരിപാടിയില്ല എന്ന് അറിഞ്ഞൂടെ. ഞാൻ എൻ്റെ സൗകര്യങ്ങൾക്കനുസരിച്ചാണ് ഇവിടെ ചെയ്യുക. കണ്ണീന്ന് വെള്ളം വന്നിട്ടേ വയ്യ. ചതച്ച് ചേർക്കലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. കുറേ ഉള്ളിയുള്ള കാരണേ, കുറേ അധികം ഉള്ളിയുള്ള കാരണേ കുറേ നേരം വേണം അതിലിട്ട് ചതയ്ക്കാൻ. പിന്നെ ചോപ്പർ പോലത്തെ സാധനം ഞാൻ പറഞ്ഞില്ലേ കേടാന്ന്. പിന്നെ അത് കഴുകാനും അതെടുക്കാനും അതിന് ബ്ലേഡ് മാറ്റാനും ഒന്നും എനിക്ക് സമയമില്ല. അപ്പോൾ ഇതിങ്ങനെയാക്കി എനിക്ക് വേഗം കഴിയുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെയാണ് എനിക്ക് സുഖം. തേങ്ങ ചിരകിയെടുക്കട്ടെ കേട്ടോ.
കറി ഒന്ന് നമുക്ക് കാച്ചിയെടുക്കാം. അപ്പോൾ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിക്കുക. നമുക്ക് കറി ഇത്തിരി അധികം ഉള്ളത് കൊണ്ടേ ഇത്തിരി നല്ല വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. അധികം വെളിച്ചെണ്ണ ഒഴിക്കണം. അപ്പോൾ നമ്മുടെ കടുക് വളരെ കുറവുള്ളൂ കണ്ടോ. അതിൽ അടിയായി. അത് കല്ലുണ്ടാവാണ്ടിരിക്കാനാണ് ഞാൻ അങ്ങനെ കാണിക്കുന്നത്. കടുക് നമ്മുടെ കടയിലില്ല തോന്നുന്നുണ്ട്. ചിലപ്പോൾ ഇതിൻ്റെ ഔട്ടാവും. 2-3 മിളക് ഇട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ നമ്മുടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില, ഉള്ളി എല്ലാം കൂടെ ഇട്ട് കൊടുക്കും. കരണ്ട് പോയിട്ടാ കാണുന്നുണ്ടാവും. ഇതൊന്ന് ചെറുതായി വഴണ്ടി വരുമ്പോഴേ നമുക്ക് നമ്മുടെ തേങ്ങ ചിരകി വെച്ചത് അങ്ങോട്ട് കൊടുക്കാം. കുറേ ആൾക്കാർ കഴിക്കുന്ന കാരണേ തേങ്ങ ഓരോരുത്തർക്കും ചെറിയ ചെറിയ അംശമായിട്ടാണ് എത്തുള്ളൂ. അപ്പോൾ നമ്മൾ കറിയിൽ ഉപ്പിട്ടുണ്ട്, എന്നാലും നമ്മൾ ഇതിലേക്കുള്ള ഉപ്പ് വേണ്ടേ. അപ്പം അതും ലേശിട്ട് കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ അതിൽ. ഇത്രയും കുറവ് വെള്ളം വെച്ചിട്ടും കുറച്ച് വെള്ളം അതിലുണ്ട് കണ്ട. ഇങ്ങനെ ഒരിക്കൽ വെച്ചിട്ടൊക്കെ ഉണ്ടാവില്ല നിങ്ങൾ. ഞാൻ പല വിധത്തിൽ മാറ്റി മറിച്ചൊക്കെ വെക്കും. ഒരു തരം പച്ചക്കറീനെ തന്നെ പല വിധത്തിൽ വെക്കും ഞാൻ. ഇനി നന്നായി ഒന്ന് വെള്ളം വലിയണം കിടന്നേ, അപ്പോഴാണ് അതിന് ടേസ്റ്റ് വരുള്ളൂ. ഇനി വെള്ളത്തിൻ്റെ ഒരു കടിക്കുമ്പോൾ ഒരു വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ട്, അവിടെ ഒന്ന് വലിയട്ടെ. ചോറ് തേപ്പടെ നിറഞ്ഞു വന്നു വേണ്ട. നിറവ് കുറവായില്ലേ, ഫുൾ അവറുണ്ട്. പിന്നെ 1-2 ആൾ കുറവാണ്. ഞാൻ ഇത്തിരി കുറവാട്ടിട്ടുള്ളൂ. വെന്തു അത് നമ്മൾ ഇതുകൊണ്ട് ഉപ്പിട്ടിട്ടാട്ട് പറ്റുക. അപ്പോൾ നമ്മുടെ കറി ഇതേ നന്നായി കുറച്ച് നേരം കഴിഞ്ഞ് പോകണ്ട. വെള്ളമൊന്നും ഇല്ലാണ്ട് നല്ല തോരനായിട്ട് ഇവിടെ വന്നു. ഇന്ന് നമ്മൾക്ക് പരിപ്പാണ് കേട്ടോ കറി. ഇതൊന്ന് ഞാൻ നന്നായി കഴുകട്ടെ. അപ്പോൾ അതെ വെള്ളം ഒഴിച്ച് സാമ്പാറാക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇന്നത്തെ കറി പറഞ്ഞ പരിപ്പ് വെന്തു. ഇപ്പോൾ നമ്മൾ ഉള്ളി സാമ്പാറാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ ദേ ഉള്ളി കുറേ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദേ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആക്കിയ നമ്മുടെ കണ്ണീന്ന് വെള്ളം വരിക എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ എനിക്ക് വരും കേട്ടോ, ഞാൻ കണ്ടിരിക്കില്ല. അപ്പോൾ ദേ ബിനുവേട്ടൻ മരോട്ടി ചാലിന്ന് ദേ കായ കൊണ്ടിറക്കിട്ടാ. ഹായ് പറഞ്ഞു ബിനുവേട്ടാ. വെള്ളം വരുമോ വലിയ നോക്കാട്ടാ. വെള്ളം വന്നു കഴിഞ്ഞാൽ നീനുള്ള പോനോട് പറയും, നീനു ഉള്ളീനെ വേദനിപ്പിക്കാണ്ടാക്കണം അമ്മ. അപ്പോൾ ഉള്ളി വേദനിച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത്. വേദനിപ്പിക്കാണ്ട് എങ്ങനെയാക്കുക? ഞാൻ നല്ല വേദന എടുക്കും. കാരണം എന്താ, ഞാൻ ഇങ്ങനെ പൊളിക്കും. ഉള്ളി സാമ്പാർ ഇവിടെ വലിയ ഇഷ്ടാട്ടാ. പക്ഷെ ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഇത് വെക്കാറില്ല.
ഉള്ളി നന്നാക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അത് കാരണം ഞാൻ നമ്മുടെ ചേച്ചീനെ വിളിക്കട്ടെ. എനിക്ക് നന്നാക്കാനത് ഇഷ്ടമാണ്, പക്ഷെ കണ്ണീന്ന് വെള്ളം വരുന്നത് മാത്രമാണ് എനിക്ക്. നിങ്ങൾ വല്ലവരും കേട്ടിട്ടുണ്ടോ? അമ്മായിമ്മ പോലും സഹിക്കാൻ പറ്റാത്ത ആൾക്കാരാ അത്ര കണ്ണീന്ന് വെള്ളം വരും. അപ്പോൾ പരിപ്പ് നമ്മുടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതിലേക്ക് തീ അങ്ങോട്ട് ഒന്ന് കത്തിച്ച് കൊടുക്കാം. അതിലേക്ക് തക്കാളി അരിഞ്ഞു വെച്ചത്, പിന്നെ നമ്മുടെ ഉള്ളി ഞാൻ മുറിക്കാറില്ല കേട്ടോ. അങ്ങനെ വലിയത് അത്ര വലുതാണെങ്കിൽ മാത്രം മുറിക്കുള്ളൂ. കുറച്ച് സാദാ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കായത്തിൻ്റെ പൊടി, ഒരു ഉദ്ദേശ അളവാട്ടാ. വീട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒക്കെ ഓരോ പാത്രത്തിലൊക്കെ കാണിച്ചു തരും. പിന്നെ നമ്മുടെ സാമ്പാർ പൊടി കുറച്ച്, പിന്നെ ഇഞ്ചി പച്ചമുളക്, വേപ്പിൻ്റെ ഇല, ഇഞ്ചി ഇല്ല കേട്ടോ. ഇഞ്ചി ഇട്ട സാമ്പാറിൻ്റെ ടേസ്റ്റ് മാറും. പിന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ്, നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. സാമ്പാർ പൊടിയൊക്കെ ഒന്ന് ഇളകാനേ ഇല്ല. എന്നിട്ട് അങ്ങോട്ട് ഒരു വിസിൽ അങ്ങോട്ട് വരുത്താൻ പറ്റും. ഒരു വിസിലൊക്കെ മതിയില്ല. കാരണം എന്താ വെച്ചാൽ പിന്നെ അതവിടെ ഓഫാക്കിയിട്ടാലേ വെന്തോളും. ഉള്ളി അങ്ങനെ കണ്ടമാനം അങ്ങോട്ട് വെന്തതാവണമെന്ന് എനിക്കിഷ്ടമല്ല. അപ്പോൾ ഒരു വിസിൽ മതി. അപ്പോൾ സാമ്പാറിലേക്ക് വറവ് നമുക്ക് അങ്ങോട്ട് തയ്യാറാക്കാം കേട്ടോ. വറവ് സ്കൂളിൽ എന്തൊക്കെയോ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. മാഷ് മൈക്കി കൂടെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ അതേ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചപ്പടപ്പാത് പൊട്ടാൻ സാധ്യതയില്ലേ, ഞാൻ പൊട്ടിച്ചിട്ടില്ല അത്. പിന്നെ കുറച്ച് വെളുത്തുള്ളി വേക്കണം. ഇനി നമുക്ക് നമ്മുടെ നാളികേരം കിട്ടും. ലാസ്റ്റ് നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും. പിന്നെ ഇതിലിടാത്തൊരു സാധനം ഉണ്ടോ, അതെന്നിട്ടാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഉലുവേര പൊടിയാണ് കേട്ടോ നമ്മൾ ഇടാത്ത. ഉലുവ അല്ലെങ്കിൽ ഉലുവപ്പൊടി. പക്ഷെ അത് സാമ്പാർ പൊടിയിൽ കുറച്ചുണ്ടാവും, തിരി കുറച്ചുണ്ടാവും. പക്ഷേ ഇതിലും ഞാൻ ഉണ്ടെങ്കിൽ ഇടാറുണ്ട്, പക്ഷേ ഇല്ല അത്. അപ്പോൾ അതങ്ങനെ പോട്ടെ. അപ്പോൾ നമ്മുടെ അരവിനുള്ള സാധനങ്ങളൊക്കെ ഒരുവിധമായി വന്നു. അപ്പം അതിലിടാത്ത നമ്മുടെ മല്ലിപ്പൊടി അതിലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മളങ്ങനെ അരച്ച ഇത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പുളി മിക്സിയിലേക്കാണ്ട് ഒഴിച്ചാലേ മിക്സി ഇങ്ങനെ കഴുകിയാണ്ട് ഒഴിക്കാം നമുക്ക്. അടിപൊളിയായിട്ടാ സാമ്പാർ. അപ്പം അങ്ങനെ നമ്മുടെ സാമ്പാർ വെന്തു. അപ്പം അത് നമുക്കൊന്ന് കാച്ചാം. പിന്നെ 2 മുളകും അങ്ങോട്ട് ഇടാം. വേപ്പിൻ്റെ ഇലയൊക്കെ നമ്മൾ കുറേ മുന്നൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം അത് മതി. അപ്പം അതേ ഇവിടെ സാമ്പാർ റെഡിയായി കണ്ട. അയ്യോ, ഉള്ളി സാമ്പാർ. അടുത്തത് നമ്മുടെ പപ്പടം കേട്ടോ. സാമ്പാറിനൊരു പപ്പടം അല്ലെങ്കിൽ ഒരു ഉണക്കമീൻ ആവശ്യം. അത് പുതിയ പപ്പടാ, എങ്ങനെയും നോക്കാം. സാമ്പിൾ തന്നതവർ. തിരക്കേടില്ല കേട്ടോ, നല്ല പപ്പടാട്ടാ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒല്ലൂർക്ക് എത്തിയിട്ടാ. ഒല്ലൂർ അലക്കുകല്ല് അച്ഛനാണ് കെട്ടിയത്, തേക്കുന്നത് അവരാണ്.
তাহলে কি হবে খাটি দেবো সেই লাইনটা ভালো കുറച്ചോട്ടെ ക്ലാമ്പ് വയ്ക്ക് ഇനി വേണമെങ്കിൽ ഉറപ്പിക്കാം ഒന്നും കൂടി കണ്ട ഇവിടെ ഒരു ബിൽഡിങ് വെച്ചു കേട്ടാ. ചെടി വെക്കാനുള്ള സ്ഥലം അടിപൊളിയായിട്ടതേ. ബിജുവേട്ടൻ്റെ തേപ്പാട്ടത്. ബിജുവേട്ടൻ്റെ അല്ല, ബിജുവേട്ടൻ്റെ പണിക്കാരുടെ തേപ്പ്. ഇനിതേ മിറ്റം. മുറ്റത്തിന് ഇവിടെ നമുക്കൊരു ഹമ്പ് ഇടണം. അതാണ് അടുത്ത പണി. അല്ലെങ്കിൽ നമ്മുടെ മുറ്റം ഇവിടെ ഇത്തിരി ചാഞ്ഞ് കിടക്കുകയാണേ. അത് നിരപ്പാക്കണമെങ്കിൽ ഇവിടെ കെട്ടിയാലാണ് ഇവിടെ മണ്ണ് എന്തോരം വേണം ഇടണം എന്നൊക്കെ അറിയുള്ളൂ. ഇവിടെ കച്ചൻ ഈ ഒരു പൈപ്പ് ഒരു ഇത്തിരി ഡിസ്റ്റർബൻസ് അവിടെ. അതെന്തോ ചെയ്യാൻ പോകുന്നുണ്ട്. കെട്ടിയിട്ട് അവിടെ സ്ലാബ് ഇടാനാവും ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അത് മാറ്റി വയ്ക്കാൻ അപേക്ഷ കൊടുക്കുകയൊക്കെ വേണം. ഇനി ബാത്റൂമിന് മാറ്റി വയ്ക്കാം. ആ പണിക്കാരും വന്നിട്ടുണ്ട്. നമ്മുടെ മണ്ണമ്പേട്ട വീടിൻ്റെ അടുത്തുള്ളത് തന്നെയാണ്. സിയോൺ എന്ന് പറഞ്ഞ അവൻ്റെ പേര്. അവനാണ് വയ്ക്കുന്നത്. ഫാബ്രിക്കേഷൻ അല്ല, കബോർഡ് വർക്ക് അവനാണ് ചെയ്യുന്നത്. അപ്പോൾ വന്നിട്ടുണ്ട്. അലക്ക് കല്ല് ദേ അങ്ങനെ ഫിനിഷ് ചെയ്തു. ദേ ഇവിടെ ലുട്ടാട്ടാ. ലുട്ട നാട്ടിൽ പോയിട്ട് വന്നാ ഹായ് പറഞ്ഞു ലുട്ടാ. ഇങ്ങോട്ട് നോക്കി പറയും. അങ്ങനെ തന്നെ അത്രയ്ക്ക് വീതിയിൽ വന്നാലേ ശരിയാവുള്ളൂ. കുഞ്ഞെ വീതിയിൽ വന്ന കാര്യമില്ല. മഴ പെയ്തു മഴ പെയ്തു മഴ പെയ്തു. അരക്കുകലുമില്ലേ. ഇത് കണ്ട മഴ പെയ്ത ആകെ കൊളായിട്ടാണ് നമ്മുടെ കാര്യം. എന്നാലും അച്ഛൻ്റെ അവിടെ നിന്ന് മണ്ണ് മാന്തി കടുക്കിടുക. അടുത്ത ടൈല് വിരിക്കാനുള്ള സ്ഥലം അതും കൂടെ വിരിക്കണം ഇവിടെ. എന്നാലേ കഴിയുള്ളൂ. കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ ടൈല് വിരി കഴിയും. ഇവിടെ മഴ പെയ്തപ്പോൾ വെള്ളം വന്ന് നിന്ന് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത സ്ഥലമില്ലേ ഫ്രണ്ടിൽ. അപ്പോൾ അത് അവിടെ മണ്ണ് കൊണ്ടിട അച്ഛൻ. മുകളിലേക്ക് കയറി പോവുക ചേട്ടാ. അത് ആ പ്രശ്നമാവുക ചേട്ടാ. അങ്ങനെ ഇട്ടാ ആ തുമ്പത്ത് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടാ. അപ്പം അവിടെ ആവില്ല. ഇവിടെ നിന്ന് തൊട്ട് നിരത്തണം കേട്ടോ ചേട്ടാ. മുളിയും തൊട്ട് നിരത്തണം. അപ്പോഴേ അങ്ങനെ ഇന്നത്തെ പണി കഴിഞ്ഞു അല്ലേ ചേട്ടാ? ഇന്നത്തെ പണി കഴിഞ്ഞു. രാത്രിയായിട്ടാ. വീണ്ടും രാത്രിയാണ്. ഇന്ന് ഒരു നല്ല ശുഭരാത്രി നേർന്നുകൊണ്ട് ടാറ്റാ ബൈ.